എമ്പുരാൻ വിവാദം കച്ചവടത്തിനായുള്ള വെറും ഡ്രാമയാണെന്ന് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. സിനിമ മുറിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ജനങ്ങളെ ഇളക്കിവിട്ട് പണം പറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും എമ്പുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപി പറഞ്ഞു. എമ്പുരാൻ സിനിമയെയും സിനിമ അണിയറ പ്രവർത്തകരെയും കടന്നാക്രമിച്ച് BJP MP സുരേഷ് ഗോപി രംഗത്ത് വന്നു. കച്ചവട ലാഭത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ അവഹേളിക്കുന്ന നടപടിയാണ് എമ്പുരാൻ സിനിമാ പ്രവർത്തകർ കൈക്കൊണ്ടതെന്നും അതുകൊണ്ടൊന്നും BJP പ്രസ്ഥാനത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെറുതെ വിവാദങ്ങൾ സൃഷ്ടിച്ച് സിനിമയെ വൻ വിജയമാക്കി തീർക്കാനുള്ള ബിസിനസ് തന്ത്രം മാത്രമാണ് ഇതിനു പിന്നിൽ എന്നാണ് സുരേഷ് ഗോപി ആരോപിക്കുന്നത്. സുരേഷ് ഗോപിയും ഒരു ചലച്ചിത്ര നടനാണ് എന്നിരിക്കെ ചലച്ചിത്ര മേഖലയിലെ അടുത്ത സുഹൃത്തുക്കളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വാദം നടത്തിയിരിക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ എമ്പുരാൻ പോലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിയാതിരുന്നതിന്റെ കലിപ്പ് കൂടി സുരേഷ് ഗോപി ആ സിനിമയോട് തീർത്തു എന്ന് വേണം കരുതാൻ. കേരളത്തിലെ BJP പ്രവർത്തകരെ ഇളക്കി വിടാൻ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ചില അന്തർധാരാ പ്രവർത്തനങ്ങൾ ഉണ്ടായോ എന്നുകൂടി ഈ അവസരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സിനിമയെ സിനിമയായും ഒരു കലയെ കലയായും കാണണമെന്ന തിരിച്ചറിവ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഒരു കലാകാരനാണ്. സുരേഷ് ഗോപി എന്ന കലാകാരൻ BJP പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായി നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ അഭിനയിച്ച സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിന് ഇത്രയേറെ പ്രതിഷേധങ്ങൾ കേരളത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് ഓർക്കണം. കേരളത്തിലെ എല്ലാ ചെറിയ വിഷയങ്ങളിലും ആവശ്യത്തിനും അനാവശ്യത്തിനും അഭിപ്രായ പ്രകടനം നടത്തുന്ന സുരേഷ് ഗോപി ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും അതിൽ മൗനം പാലിച്ചത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്ന് വേണം കരുതാൻ. സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന ഇപ്പോൾ തോളിൽ കൈയിട്ടു നടന്ന സുഹൃത്തുക്കളെ ഒക്കെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഇത്തരമൊരാളെ എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കഴിയും? അധികാരം കിട്ടിക്കഴിഞ്ഞ് വോട്ട് കൊടുത്ത പൊതുജനത്തിനെ തള്ളിപ്പറയില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇത്രയും വർഷത്തെ ബന്ധമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ കേവലം ഒരു സിനിമയുടെയും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ തള്ളിക്കളയാൻ യാതൊരു മടിയും കാണിക്കാതിരുന്ന സുരേഷ് ഗോപിക്ക് ഇന്നലെ കണ്ട സമ്മതിദായകരോട് എന്ത് ബന്ധമാണുള്ളത്? നേരത്തെ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം എമ്പുരാൻ സിനിമ റീഎഡിറ്റ് ചെയ്യുന്നത് മറ്റാരുടെയും നിർദ്ദേശപ്രകാരമല്ല, തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നതെന്നും ഈ സിനിമ കൊണ്ട് എന്തെങ്കിലും ആളുകൾക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്നും ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.